ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. തുടർച്ചയായ 5ാം വിജയവുമായി മുംബൈ ഇന്ത്യൻസ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 54 റൺസുകൾക്കാണ് മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയത്. ഇതോടെ 10 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങളുമായി പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്തെത്താനും മുംബൈ ഇന്ത്യൻസിനായി. ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസിന് ആദ്യമായിട്ട് ഈ സീസണിൽ ടോസ് നഷ്ടപ്പെട്ടു. ടോസ് നേടി LSG ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. വാങ്കഡയിൽ സാധാരണയായി സംഭവിക്കുന്ന കാര്യം തന്നെയാണത്. ഇപ്പോൾ ബാറ്റിംഗിന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഓപ്പണേഴ്സ് രണ്ടുപേരും നല്ല ടച്ചിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ മയങ്ക് യാദവ് തിരികെ എത്തി. അപ്പോൾ മയങ്ക് യാദവിന് അടുത്തടുത്ത പന്തുകളിൽ, അതായത് താനൊന്നും നേരിട്ട് 2 പന്തുകളിൽ സിക്സർ അടിച്ചുകൊണ്ടാണ് രോഹിത് ശർമ്മ തുടങ്ങിയത്. അതിനുശേഷം അനാവശ്യമായിട്ട് ഒരു വൈഡ് ലൈനിൽ പോയൊരു പന്തിന് ബാറ്റ് വെച്ചിട്ട് രോഹിത് പുറത്തായി. എങ്കിലും റയാൻ റിക്കൽട്ടൺ മികച്ച രീതിയിലാണ് ആ പവർ പ്ലേയിൽ ആ ഒരു സ്കോറിംഗ് മുന്നോട്ട് കൊണ്ടുപോയത്. വിൽ ജാക്സ് നമ്മുടെ റിക്കൽട്ടണിന് വേണ്ട പിന്തുണ നൽകി. ഇനി ഒരു ഫേസ് നോക്കി കഴിഞ്ഞാൽ പവർ പ്ലേയിൽ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് 66 റൺസാണ്. അതായത് പവർ പ്ലേയിൽ തന്നെ ഒരു 11 റൺസ് നിരക്കിൽ സ്കോർ ചെയ്യാൻ അവർക്കായി. ഇനി മിഡിൽ ഫേസ് നോക്കിയാൽ ആ ഒരു എബൌട്ട് 10 റൺ റേറ്റ്, അതായത് പവർ പ്ലേയിൽ കിട്ടിയ ഒരു തുടക്കം, ആ ഒരു മികച്ച റൺ റേറ്റ് ഈ ഒരു മിഡിൽ ഫേസിൽ നിലനിർത്താൻ മുംബൈ ഇന്ത്യൻസിനായി. അപ്പോൾ ആ ഒരു ഫേസിൽ അവരെടുത്തത് 91 റൺസാണ്. ഈ ഒരു ഫേസിൽ 3 വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. 9ാം ഓവറിലാണ് റിക്കൽട്ടൺ പുറത്താവുന്നത്. 32 പന്തുകളിൽ നിന്ന് 6 ഫോറും 4 സിക്സും അടക്കം 58 റൺസാണ് റിക്കൽട്ടൺ എടുത്തത്. അപ്പോൾ റിക്കൽട്ടൺ പുറത്തായതിനു ശേഷം വന്ന സൂര്യകുമാർ യാദവും അതേ രീതിയിൽ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റോടുകൂടി തന്നെയാണ് ബാറ്റിംഗ് തുടർന്നത്. അപ്പോൾ സൂര്യകുമാർ യാദവ് വീണ്ടും ഒരു 50 നേടി. 28 പന്തിൽ 4 ഫോറും 4 സിക്സും അടക്കം 54 റൺസ്. അപ്പോൾ വിൽ ജാക്സ് ഈ ഒരു പാർട്ണർഷിപ്പിലും ഒരു സപ്പോർട്ടിംഗ് റോൾ ആയിരുന്നു. അതിനുശേഷം വിൽ ജാക്സ് പുറത്തായി. വിൽ ജാക്സ് പുറത്തായതിനു ശേഷം ഒരു ചെറിയ തകർച്ച അവർ നേരിട്ടു. പിന്നീട് വന്ന തിലക് വർമ്മയ്ക്കും ഹാർദിക് പാണ്ഡ്യയ്ക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷം നമാൻധിർ വന്നു. അപ്പോൾ നമാൻധിർ നല്ലൊരു ഫിനിഷിംഗ് ടച്ച് തന്നെയാണ് നൽകിയത്. 11 പന്തിൽ 25 റൺസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് സൂര്യ പുറത്തായതിനു ശേഷം പിന്നീട് കോർബിൻ ബോഷ് വന്നു. അപ്പോൾ കോർബിൻ ബോഷ് മുംബൈക്ക് വേണ്ടിയുള്ള അരങ്ങേറ്റമാണ്. ഒരു നല്ലൊരു പ്ലെയർ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പുള്ളിയെ ടീമിലിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് സാൻഡറിന് പകരം കോർബിൻ ബോഷ് ടീമിലെത്തിയത്. അപ്പോൾ കോർബിൻ ബോഷ് ഒരു ക്വിക്ക് കമിയോ 10 ബോൾ 20 റൺസ് ഒരു ക്വിക്ക് കമിയോ എടുത്തു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് വളരെ ഒരു ഹൈ ടോട്ടലാണ് അവർ പോസ്റ്റ് ചെയ്തത്, 215 റൺസ്. അപ്പോൾ അവസാന ഫേസിൽ അവർ 58 റൺസ് എടുത്തു. അപ്പോൾ ആ ഒരു ഫേസിലും ഒരു 11.6 റൺസ് ആ ഒരു റൺ റേറ്റിൽ സ്കോർ ചെയ്യാനായി. അപ്പോൾ ഈ ഒരു ഫേസസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എബൌട്ട് 10 റൺ റേറ്റിലാണ് അവർ സ്കോർ ചെയ്ത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്കോർ പോസ്റ്റ് ചെയ്യാൻ അവർക്കായി. ഇനി LSGയുടെ ബോളിംഗിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ബോളർക്കും 10ൽ താഴെ ഇക്കോണമി റേറ്റിൽ ബോളർ ചെയ്യാനായില്ല. അതായത് പന്തെറിഞ്ഞ എല്ലാവരും ഒരു 10+ ഇക്കോണമി റേറ്റിലാണ് പോയത്. ഇനി നമ്മൾ LSGയുടെ ചേസിംഗിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവരുടെ ഒരു ടോപ്പ് 3 എന്ന് പറയുന്നത് നല്ല ഫോമിലുള്ള, ഈ സീസണിൽ നല്ല ഫോമിലുള്ള ഒരു ടോപ്പ് 3 ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് നല്ലൊരു ബാറ്റിംഗ് സർഫസ് കൂടിയാണ്. വേണമെങ്കിൽ ചേസ് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് ആണ്. ഓഫ് കോഴ്സ് മുംബൈയുടെ ബോളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ബോളിംഗ് യൂണിറ്റ് ആണ്. എങ്കിലും അവർക്ക് ചാൻസസ് ഉണ്ടായിരുന്നു. അതായത് ഇന്നിംഗ്സ് തുടങ്ങുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ചാൻസസ് ഉണ്ടായിരുന്നു. LSGയുടെ ടോപ്പ് 3 പോസ് ചെയ്യുന്ന ഒരു ത്രെറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്പ്രീത് ബുംറയെ ഹാർദിക് പാണ്ഡ്യ പവർ പ്ലേയിൽ തന്നെ 2 ഓവറുകൾക്ക് നിയോഗിച്ചു. സാധാരണയായിട്ട് ബുംറ പവർ പ്ലേയിൽ 1 ഓവറാണ് എറിയാറുള്ളത്. ഇത്തവണ 2 ഓവറുകളാണ് ബുംറ പവർ പ്ലേയിൽ എറിഞ്ഞത്. അപ്പോൾ ആ ഒരു സ്പെല്ലിൽ നല്ല ഫോമിലുള്ള മാർക്കറത്തിന്റെ വിക്കറ്റ് എടുക്കാൻ ബുംറയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ മത്സരത്തിൽ മാർക്കറത്തിന് തിളങ്ങാനായില്ല. 9 റൺസ് മാത്രമാണ് എടുത്തത്. എങ്കിലും 1 ഡൗൺ വന്ന നിക്കോളാസ് പുറാനും മിച്ചൽ മാർഷും ചേർന്നിട്ട് നല്ലൊരു പവർ പ്ലേ തന്നെയാണ് അവർക്ക് സമ്മാനിച്ചത്. ഇപ്പോൾ ഇവരുടെ പവർ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6 ഓവറിൽ 60 റൺസ് അവരെടുത്തു. അതായത് നമ്മുടെ മാർക്കറും 11 ബോളിൽ 9 റൺസ് എടുത്തിട്ടും ബാക്കി അവർക്ക് അവൈലബിൾ ആയിരുന്ന 25 പന്തുകളിൽ നിന്ന് ഒരു 51 റൺസ്. അതായത് നമ്മുടെ മുംബൈ ഇന്ത്യൻസിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു പവർ പ്ലേ തന്നെയാണ് അവർക്ക് കിട്ടിയത്. ദീപക് ചഹാറിനെ തുടർച്ചയായിട്ട് 3 സിക്സറുകളൊക്കെ നിക്കോളാസ് പുറൻ അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പവർ പ്ലേ നല്ലൊരു പവർ പ്ലേ ആയിരുന്നു. എന്നാൽ മിഡിൽ ഓവേഴ്സിലാണ് അവർക്ക് പണി പാളിയത്. അതായത് പവർ പ്ലേ കഴിഞ്ഞുള്ള തൊട്ടടുത്ത ഓവറിൽ തന്നെ വിൽ ജാക്സ് ബോളിങ്ങിനായിട്ട് വന്നു. ആദ്യ പന്തിൽ തന്നെ നിക്കോളാസ് പുറാനെ പുറത്താക്കി. അപ്പോൾ നിക്കോളാസ് പുറാൻ വിൽ ജാക്സിനെ അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചത്, പക്ഷേ പുറത്തായി. 15 പന്തിൽ നിന്ന് 27 റൺസാണ് നിക്കോളാസ് പുറാൻ എടുത്തത്. പിന്നീട് 4ാമനായിട്ട് വന്നത് ഋഷഭ് പന്താണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്റെ കറക്റ്റ് പൊസിഷനിൽ തന്നെ പന്തിറങ്ങി. എന്നാൽ ഇത്തവണയും ഞാൻ പറഞ്ഞു ഈ ടീമിലെ ഏറ്റവും ഫോം ഔട്ട് ആയിട്ടുള്ള വ്യക്തി ഋഷഭ് പന്താണ്. ആദ്യത്തെ പന്തിൽ തന്നെ എഡ്ജ് ചെയ്തൊരു 4 പോയി. 2ാമത്തെ പന്തിൽ പന്തും പുറത്തായി. അപ്പോൾ പന്തിന് ഇന്നും ഫോം ആവാൻ കഴിഞ്ഞില്ല. 2 പന്തിൽ 4 റൺസ് മാത്രമാണ് പന്തിന് എടുക്കാൻ കഴിഞ്ഞത്. പിന്നീട് വന്നത് ഫോമിലുള്ള ആയുഷ് ബദോണിയാണ്. പിന്നീട് മിച്ചൽ മാർഷും ആയുഷ് ബദോണിയും ചേർന്ന ആ ഒരു ഇന്നിംഗ്സ് റീബിൽഡ് ചെയ്തുകൊണ്ട് വന്നു. എന്നാൽ 2 പേരെയും ട്രെന്റ് ബോൾട്ട് പുറത്താക്കി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ കൂടുതലും പവർ പ്ലേയിലായിരുന്നു നമ്മുടെ ബോൾട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സീസണിൽ പവർ പ്ലേയേക്കാൾ കൂടുതൽ മിഡിൽ ഓവേഴ്സിലും ഡെത്തിലും മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ബോൾട്ടിന് കഴിയുന്നുണ്ട്. അപ്പോൾ മിച്ചൽ മാർഷ് 24 ബോളിൽ 34 റൺസ് എടുത്ത് പുറത്തായി. അതുപോലെ തന്നെ ആയുഷ് ബദോണി 22 പന്തിൽ 35 റൺസ്. അപ്പോൾ 2 പേരും നല്ലൊരു ബേസ് സെറ്റ് ചെയ്തിട്ട് അടിക്കാനായിട്ട് വന്നപ്പോൾ, അതായത് കുറച്ചുകൂടി ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോഴേക്കും ട്രെന്റ് ബോൾട്ട് ഇരുവരെയും പുറത്താക്കി. പിന്നീട് ഡേവിഡ് മില്ലർ ഒരു 16 പന്തിൽ 24 റൺസ് എടുത്ത് ഒഴിച്ചാൽ കാര്യമായിട്ട് ആർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് അവസാനം വന്നപ്പോഴത്തേക്ക് ബൂംറ തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഇട്ടു. അപ്പോൾ ഈ ഒരു ഫേസ് നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഫേസിൽ 4 വിക്കറ്റാണ് നമ്മുടെ ലക്നൌവിന് നഷ്ടപ്പെട്ടത്. അവർക്ക് 80 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. അപ്പോൾ ആ ഒരു
റൺ റേറ്റ് എന്ന് പറയുന്നത് 8.88 ആണ്. അപ്പോൾ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഒരു പ്രധാന ഡിഫറൻസ് ആദ്യം ഉണ്ടാവുന്നത് ഈ ഒരു മിഡിൽ ഫേസിലാണ്. നമ്മുടെ മുംബൈ 91 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 91 എടുത്തപ്പോൾ ഇവർ 4 വിക്കറ്റ് നഷ്ടത്തിൽ 80 റൺസ് മാത്രമാണ് എടുത്തത്. അവിടെ ഒരു 11 റൺസിന്റെ വ്യത്യാസം വന്നു. പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആസ്കിംഗ് റേറ്റ് ഹൈ ആയി. അപ്പോൾ അതിനനുസരിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ബൂംറ തന്റെ ഒരു ഫൈൻ ഫോമിലായിരുന്നു. ബൂംറ ഈ മത്സരത്തിൽ 4 വിക്കറ്റുകളാണ് എടുത്തത്. ഡേവിഡ് മില്ലറിനെയും അബ്ദുൾ സമദിനെയും ആവേശ് പുറത്താക്കിയത് ബൂംറയാണ്. ബൂംറയ്ക്ക് മാത്രമല്ല കോർബിൻ ബോഷിനെ സംബന്ധിച്ച് നല്ലൊരു മത്സരമായിരുന്നു. 4 ഓവറിൽ 26 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് എടുത്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഇന്നിംഗ്സ് 161 അവസാനിച്ചു. ഒരു ഘട്ടത്തിൽ 11 ഓവറിൽ 110 എന്നൊരു റേഞ്ചിൽ പോയ ടീമാണ് ആ ഒരു മിഡിൽ ഫേസിന്റെ ഒരു സെക്കൻഡ് ഹാഫിൽ വഴിതെറ്റി പോകുന്നതും. പിന്നീട് അങ്ങോട്ട് വെറും 51 റൺസ് മാത്രമാണ് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് 54 റൺസിന്റെ ഒരു ഹ്യൂജ് വിനാണ് മുംബൈ സ്വന്തമാക്കിയത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ കടക്കും. ഇനി അവർ ടോപ്പ് 2-ലാണോ കടക്കുന്നതെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. കാരണം ഈ ഒരു ഫോമിൽ ഇനി അവരെ പിടിച്ചു നിർത്താൻ എന്തായാലും അസാധ്യമാണ്. ഇനിയുള്ളൊരു 4 മത്സരമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 2 മത്സരം അവർ എന്തായാലും ജയിക്കും. എൻ്റെ അഭിപ്രായത്തിൽ 3 മത്സരം വരെ അവർ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് മുംബൈക്ക് പ്ലേ ഓഫ് ഷുവർ ആയതുപോലെയാണ് അവരുടെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇനി ലക്നൗ സൂപ്പർ ജയൻസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലക്നൗ സൂപ്പർ ജയൻസ് ഞാൻ നമ്മുടെ പ്രിവ്യൂ വീഡിയോ പറഞ്ഞ പോലെ ഈ മത്സരം തോക്കുന്ന ടീമിന് കുറച്ച് കഷ്ടമാണ് കാര്യങ്ങൾ. അതായത് 10 മത്സരങ്ങളിൽ നിന്ന് 5 വിജയമാണുള്ളത്. ഇനി അടുത്ത 4 മത്സരങ്ങളിൽ 3 എണ്ണം മസ്റ്റായിട്ട് വേണം. പിന്നീട് ഈ സീസണിൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ്ലി കോൺടെസ്റ്റഡ് സീസൺ അല്ല. അതായത് ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 6 നിൽക്കുന്ന ടീമുകൾ നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും ബോട്ടം ഹാഫിൽ നിൽക്കുന്ന ടീമുകൾ മത്സരങ്ങളൊന്നും അങ്ങനെ ജയിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെന്നൈയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 7 മത്സരം തോറ്റു, RRന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 7 മത്സരം തോറ്റു, സൺറൈസേഴ്സ് 6 മത്സരം തോറ്റു. അപ്പോൾ അതുപോലെ തന്നെ കൊൽക്കത്തയും 9-ൽ 5 മത്സരം തോറ്റു. അങ്ങനെ വരുമ്പോഴേക്കും ഈ ടോപ്പിൽ നിൽക്കുന്ന ടീമുകൾക്ക് കൂടുതൽ കളികൾ ജയിക്കാനുള്ള അവസരം കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ 7 വിജയങ്ങളുമായിട്ടാണ് 14 മത്സരങ്ങളിൽ നിന്ന് 7 വിജയങ്ങളുമായിട്ട് നെറ്റ് റൺ റേറ്റിന്റെ ബലത്തിലാണ് RCB പ്ലേ ഓഫിൽ കയറിയത്. ഇനി ഈ സീസൺ മുന്നോട്ട് പോകുമ്പോൾ ബോട്ടം ഹാഫിലുള്ള ടീമുകൾ തുടർച്ചയായിട്ട് വീണ്ടും തോൽക്കുകയാണെങ്കിൽ 14 മത്സരങ്ങളിൽ നിന്ന് 8 വിജയങ്ങൾ നേടിയാലും ചിലപ്പോൾ ഒരു ടീമെങ്കിലും നെറ്റ് റൺ റേറ്റിന്റെ ആ ഒരു വ്യത്യാസത്തിൽ പുറത്താവാൻ സാധ്യതയുണ്ട്. അതൊരു റെയർ ചാൻസ് ആണ്. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു പോക്ക് കാണുമ്പോൾ അതിന് സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.